ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ ആവാറായില്ലേ? പെരുന്നാൾക്ക് എന്തായാലും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്പെഷ്യൽ കല്യാണ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ പറഞ്ഞിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അത് കശ്മീരി ആണെങ്കിലും നോർമൽ ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചത് 1 ടീസ്പൂണാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം മല്ലിയിലയും പുതിനയിലയാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് ടു 1/2 കപ്പിൻ്റെ അടുത്തായിട്ടാണ് പുതിനയില എടുത്തിട്ടുള്ളൂ. പുതിനയില ഒരുപാട് കൂടണ്ട കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചിക്കനിലേക്കൊന്ന് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കിയതിന് ശേഷം ചുരുങ്ങിയത് ഒരു 1/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിൽ കൂടുതൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ട് ടോട്ടൽ 4 സവാളയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് 3 എണ്ണം കട്ട് ചെയ്തിട്ട് ഒന്നിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് സെപ്പറേറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മസാലയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ടോട്ടൽ 4 സവാള എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 5ഓ 6ഓ വരെ എടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ചതച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 10-15 പച്ചമുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും എരിവിന് കൂടുതലായിട്ട് ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 2 ബൾബ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. അതിൻ്റെ നേരെ പകുതി ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി മസാല റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല മസാലയിലേക്ക് വേണ്ടിയിട്ട്, ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത് മസാലകളൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആ ഒരു രീതിയിലാണ് മസാല എള്ളും പാനിൽ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയില്ല അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. നല്ല സോഫ്റ്റായി കിട്ടുന്നിടത്ത് തന്നെ വഴറ്റിയെടുക്കണേ. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന എണ്ണയുടെ നെയ്യുടെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. കാരണം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് ഓവർ നെയ്യൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഒരു കറിവേപ്പിലയില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഹാഫ് വേവ് ആകുന്നവരെ തക്കാളി ഒന്ന് ഹാഫ് വേവ് ആയിക്കോട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി ഏകദേശം ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഒരു സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഏകദേശം ഒരു 1/4 വേവൊന്നും ആവട്ടെ കേട്ടോ. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. എന്നാലും നമ്മുടെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ നോക്കി ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. ചിക്കനിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ ഒന്നും വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ടല്ലോ മുന്നേ ചിക്കനിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റും ഫ്ലേവറും നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഓരോ നിങ്ങൾ എടുക്കുന്ന പൊടിയും ഞാൻ എടുക്കുന്ന പൊടിയും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഫ്ലേവറിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ചിലത് ഇത്ര കൂടുതൽ വേണ്ടി വരില്ല, ഇത്ര കുറവ് വേണ്ടി വരില്ല. അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അത് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം പുളി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും പുതിനയിലും ഒന്നങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ, വേണമെന്നില്ല, നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി മുന്നേ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഓവറോൾ നമുക്കൊരു 90%, 85-90% ചിക്കൻ ഈ ഒരു സമയത്ത് വേവുണ്ട് കേട്ടോ. കാരണം ബാക്കി നമ്മൾ ദമ്മിലും കൂടി വേവിച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. ചിക്കൻ ഏകദേശം ഒരു 90% വേവാവാനായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ജീരകശാല അരി, അതായത് 5 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ തലശ്ശേരി ബിരിയാണി വെക്കാൻ എപ്പോഴും ഈ ഒരു കുഞ്ഞ് അരി കൊണ്ട് മാത്രമാണ്, ബസ്മതി റൈസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം വെള്ളം തിളക്കാൻ നേരത്ത് കഴുകിയെടുത്താൽ മതി കേട്ടോ. സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചാൽ മതിയേ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 3-4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഒരു സവാള ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, അതും കൂടി ഒന്ന് വറുത്തിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. അതവിടെ മാറ്റി വെക്കാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ചിട്ടുള്ള ഈ ഒരു സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 4-5 ചെറിയ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് പട്ടയും ഒരു 3-4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് കൊടുക്കണേ. ആ ഒരു എണ്ണയിൽ ഈ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നമ്മുടെ റൈസിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം പച്ചവെള്ളമായാലും തിളച്ച വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിയിൽ 5 കപ്പ് അരിയല്ലേ എടുത്തത്. അതുകൊണ്ട് തന്നെ 10 കപ്പ് വെള്ളം. 10 കപ്പ് എന്ന് പറയുമ്പോൾ ഓരോ കപ്പ് വെള്ളവും മുകളിലോളം നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. ഈ റൈസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മളൊന്ന് അരി കഴുകിയെടുത്താൽ മതി കേട്ടോ. കാരണം കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ബിരിയാണി വെക്കുന്ന സമയത്ത്. അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഈ ഒരു വെള്ളമോ അരിയോ ഒന്ന് ബാലൻസ് ആവുന്ന രീതിയിൽ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ വെള്ളവും അരിയൊക്കെ ഒരേ ലെവലിലാകുന്ന രീതിയിൽ ഒന്നങ്ങ് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക റൈസ്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണേ ബാക്കിയുള്ള അരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എങ്കിലേ ഉള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പം വെള്ളം വറ്റി ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അടച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ റൈസും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കുമല്ലോ ഗീ റൈസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വെച്ചത് കൊണ്ട് തന്നെ മസാല കുറച്ചൊന്ന് ആ ഒരു ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മസാല ഇതുപോലെ തിള വരണം കേട്ടോ. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് മുകളിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ തിള വന്നതിന് ശേഷം റൈസ് നേരെ പകുതിയോളം ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് കൈകൊണ്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, എങ്കിൽ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾ ഒന്നിക്ക് പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അതും കൂടി കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒരു മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പും ആ ഒരു മുന്തിരിയൊക്കെ ഇല്ല, അത് കുറച്ച് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ സെക്കൻഡ് ലെയർ ബാക്കിയുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്റ്റെപ്പൊക്കെ ഇല്ല അതുപോലെ തന്നെ ചെയ്യുക. ഗരം മസാലയും മഞ്ഞൾ കലക്കിയതും അതുപോലെ തന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എല്ലാം നമ്മൾ ഫസ്റ്റ് ലെയറിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യട്ടെ, റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതിയേ. അതിനുശേഷം ലാസ്റ്റ് ഇതാ കുറച്ച് ഞാൻ നെയ്യും കൂടി മുകളിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ദം ഒടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായതിന് ശേഷം നമുക്കിതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ചെയ്ത് എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ അടപ്പ് ടൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് മുകളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ദം ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ആവിയൊന്നും പുറമേ പോകാൻ പാടില്ല കേട്ടോ, എങ്കിൽ കറക്റ്റ് ദമ്മായിട്ട് കിട്ടില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ സെർവ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് മാത്രമേ കറക്റ്റ് ദമ്മായിട്ട് ആ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ റൈസിലും കൂടി വരുള്ളൂ. നമ്മൾ എത്രത്തോളം ദമ്മിലിരിക്കുന്നോ 1-2 മണിക്കൂർ മാക്സിമം ഇരുന്ന് അത്രക്കും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ, ബിരിയാണിക്ക് കുറയില്ല കേട്ടോ. അപ്പോൾ ദമ്മിൽ കൂടുതൽ സമയം വെക്കാൻ നോക്കണേ. അങ്ങനെ ഇതാ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ്. ഏകദേശം ഒരു 1-1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ദമ്മ് പൊട്ടിച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അടപ്പ് തുറക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് കല്യാണ ബിരിയാണി തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 90% നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഞാൻ ഇതാ ജസ്റ്റ് റൈസൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മസാലയും ചോറും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇങ്ങനെയല്ലേ സെർവ് ചെയ്യുക, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഉടനെ തന്നെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്